സുഹൃത്തുക്കളെ, മഹാരാഷ്ട്രയിലെ പ്രമുഖ മൺസൂൺ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ടുള്ള മത്തേരാനിലേക്ക് മാധ്യമത്തിലെ സുഹൃത്തുക്കളുടെ കൂടെ ഒരു യാത്ര പോവുകയാണ്. നമ്മൾ യാത്ര പോകുന്ന ട്രെയിനാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോം നമ്പർ 1. അവലോകന ഓടി തിരിച്ചു വരുമ്പോഴാണല്ലോ പല വിഭവങ്ങളാണ്, പലരും പല സാധനങ്ങൾ. അത് പത്തിരി, ചപ്പാത്തി ഉണ്ട്, ബീഫ് ഒരു വഴിക്കുണ്ട്, ചിക്കൻ വേറെ വഴിക്കുണ്ട്. പല സംഭവങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട്. പുതിയ സാധനം വരുന്നുണ്ട്, ഐറ്റംസ്. ഇതെന്താ സംഭവം? ഈന്തും പിടിയാണ്. ദൈവമേ, എന്തൊക്കെയോ പിടികൾ വരുന്നുണ്ട്. നമ്മൾ ഇന്നലെ തുടങ്ങിയ യാത്ര ഇന്ന് പൻവേലിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഞങ്ങൾ മുംബൈയിൽ പോയിട്ട്, മുംബൈയിൽ നിന്നാണ് മത്തേരാനിലേക്ക്. പല റൂട്ടുമുണ്ട് മത്തേരാനിലേക്ക്. കല്യാണിൽ പോയിട്ട് അവിടെ നിന്ന് പോവാം. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് CSTയിൽ പോയിട്ട് അവിടെ നിന്ന് ഇന്ന് സ്റ്റേ ചെയ്ത് നാളെ മത്തേരാനിലേക്ക് പോകാനാണ്. അങ്ങനെ പൻവേലിൽ നിന്നും നമ്മൾ CSTയിലേക്കുള്ള യാത്രയിലാണ്. എൻ്റെ പുറകിൽ കാണുന്നത് സബർബൻ ട്രെയിനാണ്. മുംബൈയുടെ തന്നെ ജീവനാഡിയായിട്ടുള്ള ട്രെയിൻ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ഉച്ച സമയമായതുകൊണ്ട് സാധാരണ ഇതിൽ നിൽക്കാൻ പോലും സ്ഥലമില്ലാത്ത അത്ര ആളുകൾ ഉണ്ടാവേണ്ട ട്രെയിനാണിത്. ഇതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഓരോ 5 മിനിറ്റ് കൂടുമ്പോഴും ട്രെയിനുണ്ട്. ഒന്നര മണിക്കൂർ നീണ്ട യാത്രക്ക് ഒടുവിൽ നമ്മൾ CST സ്റ്റേഷനിൽ 1996 ശേഷം ആണ് CST റെയിൽവേ സ്റ്റേഷനിൽ വീണ്ടും കാലുകുത്തുന്നത്. പണ്ട് ഗൾഫിൽ പോകാൻ വേണ്ടിയിട്ട് CST സ്റ്റേഷനിൽ ഒന്ന് ഇറങ്ങിയ ഓർമ്മകളാണ് ഉള്ളത്. മുംബൈയിൽ പലതവണ വന്നിട്ടുണ്ടെങ്കിലും CSTയിൽ വരുന്നത് 1996 ശേഷം ഇതാദ്യമാണ്. സുഹൃത്തുക്കളെ, അങ്ങനെ ബോംബെയിലെത്തി. ബോംബെയിൽ ഗേറ്റ് വേ ഇന്ത്യ അതിന് മുമ്പിലാണ് ഇപ്പോൾ ഉള്ളത്. ബാക്കിൽ താജ് ഹോട്ടൽ കാണാം, പ്രസിദ്ധമായിട്ടുള്ള താജ് ഹോട്ടൽ. ഇവിടെയാണ് എല്ലാവരെയും ഞെട്ടിച്ച മുംബൈ ആക്രമണത്തിൽ ഒരു ഭാഗം നടക്കുന്നത്. ആ മുകളിലുള്ള ഭാഗത്തു നിന്നാണ് തീവ്രവാദികൾ വെടിയുതിർത്തുന്നത്. ഇവിടെയൊക്കെ അന്ന് നടുങ്ങിയ പ്രദേശങ്ങളാണ്. ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ വന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മത്തേരാനിൽ വരുന്ന ആളുകൾക്ക് അവിടുന്ന് പൻവേലിൽ ഇറങ്ങിയിട്ട് പൻവേലിൽ നിന്ന് ലോക്കൽ ട്രെയിൻ പിടിച്ച് ഇങ്ങോട്ട് വരാം. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ബോംബെയും കൂടി കണ്ടിട്ട് തിരിച്ചു പോവുകയും ചെയ്യാം. മുംബൈയിൽ വന്നാൽ തീർച്ചയായിട്ടും കാണേണ്ട സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ ഹാജി അലി ദർഗ. എനിക്ക് പിറകിൽ നമുക്കത് കാണാം. ഇത് കടലിലൂടെയാണ് അവിടേക്കുള്ള വഴിയുള്ളത്. വേലിയേറ്റ സമയത്ത് ഈ വഴി കടൽ മൂടി അവിടേക്കുള്ള പ്രവേശനം നിർത്തും. അത് കഴിഞ്ഞാൽ വേലിയിറക്കം വന്നാൽ മാത്രമേ അതിലേക്ക് അങ്ങോട്ട് ആളുകളെ കടത്തിവിടുകയുള്ളൂ. ഇപ്പോൾ വേലിയേറ്റ സമയമാണ്. നമുക്ക് കാണാം വീഡിയോയിൽ അതിൽ തിര അടിച്ച് കയറുന്നത്. അതുകൊണ്ട് തന്നെ അവിടേക്കുള്ള വഴി ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മൾ ഇന്നലെ വൈകിട്ട് ബോംബെയിലെത്തി. ബോംബെയിൽ ഒരു ദിവസം തങ്ങി. ഇന്ന് രാവിലെ നമ്മൾ മത്തേരാനിലേക്ക് പോവുകയാണ്. CST റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇവിടുന്ന് എക്സ്പ്രസ് ട്രെയിനുകളും കിട്ടും, അതുപോലെ ലോക്കൽ ട്രെയിനുകളും കിട്ടും. കല്യാൺ സ്റ്റേഷൻ കഴിഞ്ഞ് നെരാൽ സ്റ്റേഷൻ എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത്. ഇവിടെ നിന്നാണ് നമുക്ക് മത്തേരാനിലേക്ക് പോകേണ്ടത്. ട്രെയിൻ ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുന്ന് ഷെയർ ടാക്സി കിട്ടുന്ന ഒരു സ്ഥലമാണിത്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഷെയർ ടാക്സി കിട്ടും. ഒരാൾക്ക് 120 രൂപയാണ്. ഷെയർ ടാക്സി പിടിച്ച് നമ്മൾ മത്തേരാനിലേക്കുള്ള യാത്രയിലാണ്.
ഈ റോഡിനോട് സമാന്തരമായി തന്നെ ഇവിടേക്ക് ട്രെയിനും ഉണ്ട്. പക്ഷേ ട്രെയിൻ ഇപ്പോൾ സർവീസ് നടത്തുന്നില്ല എന്നാണ് റെയിൽവേ സ്റ്റേഷനിൽ അറിയാൻ കഴിഞ്ഞത്. ഇതാണ് മത്തേരാനിലേക്കുള്ള എൻട്രി പോയിന്റ്. ഇവിടെ വരെയാണ് നമുക്ക് ഷെയർ ടാക്സിയിൽ വരാൻ പറ്റുള്ളൂ. ഇവിടുന്ന് അങ്ങോട്ട് മോട്ടോർ വാഹനങ്ങൾ അലൗഡ് അല്ല. അതിൻ്റെ പിറകിലേക്കുള്ള ഒരു എൻട്രി ടിക്കറ്റ് 50 രൂപ ടിക്കറ്റ് ചാർജ് ഉണ്ട്. അതിൻ്റെ ടിക്കറ്റ് കൗണ്ടറാണ് എൻ്റെ പിറകിൽ ഈ കാണുന്നത്. നിറയെ കുതിരകളാണ്. അതുപോലെ തന്നെ റിക്ഷകളുണ്ട്, ആളുകൾ വലിച്ചു കൊണ്ടുപോകുന്ന റിക്ഷകൾ. അതുപോലെ തന്നെ നമുക്ക് ഈ ഓട്ടോ ഉണ്ട്. ഇതിലെല്ലാം നമുക്ക് യാത്ര പോവാം, നടന്നും പോവാവുന്നതാണ്. ഇതാണ് നമ്മുടെ ബാഗ് കൊണ്ടുപോകുന്ന ചേട്ടൻ. ആപ്കാ നാം ക്യാ ഹൈ ഭായ്? ഭഗവാൻ. അരേ യാർ, ഭഗവാൻ നാമേ. നമ്മുടെ ഇത്രയും ബാഗുകൾ ഈ സാധു മനുഷ്യനെ ഒറ്റയ്ക്ക് കൊണ്ടുപോകാമെന്നാണ് പറയുന്നത്. നമുക്ക് സങ്കടമുണ്ട്, പക്ഷേ അയാൾക്കത് ഓക്കെയാണ്. ഇതാണ് അയാളുടെ വരുമാന മാർഗം. അതുകൊണ്ട് അത് ചുമന്ന അയാൾ നമ്മുടെ കൂടെ വരുമെന്നാണ് പറയുന്നത്. ഞങ്ങൾ 8 പേരുടെയും ബാഗും ചുമന്നുകൊണ്ട് ഭഗവാൻ എന്ന പേരുള്ള ചേട്ടൻ അത്യാവശ്യം പ്രായമുള്ളൊരു മനുഷ്യനാണ്. അതാണ് കൂളായിട്ട് നടന്നു പോകുന്നത്. ഇങ്ങനെ ജീവിക്കുന്ന എത്രയോ മനുഷ്യർ ഈ മത്തേരാനിലേക്കുള്ള യാത്രയിലുണ്ട്. നമ്മൾ ബുക്ക് ചെയ്ത ഹോട്ടലിലേക്ക് അവസാനം നമ്മൾ എത്തിയിട്ടുണ്ട്. ഈ പരിസരത്തെല്ലാം ഹോട്ടലുകൾ ധാരാളമുണ്ട്. അപ്പോൾ നാട്ടിൽ നിന്ന് വരുന്ന ആളുകൾക്ക് ബുക്ക് ചെയ്ത് വരുന്നതാണ് ഏറ്റവും നല്ലത്. ഇതാണ് നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ ഒരു വ്യൂ. 32,500 ഏക്കർ വിസ്തൃതിയുള്ള ഒരു വനമേഖലയാണ് സത്യത്തിൽ മാത്തേരാൻ എന്ന് പറയുന്നത്. ഇവിടെ കുറേ വ്യൂ പോയിൻറ്റ്സുകൾ ആണ് കാര്യമായിട്ട് കാണാനുള്ളത്. ഇതാണ് നമ്മൾ മത്തേരാനിലെ 2 വ്യൂ പോയിൻറ്റുകളിലൊന്ന് ഹാർട്ട് പോയിൻ്റ്, ഒന്ന് മങ്കി പോയിൻ്റ്. വൻ മരങ്ങൾക്കിടയിലൂടെയാണ് ഈ വഴി സജ്ജീകരിച്ചിരിക്കുന്നത്. 2 സൈഡും കരിങ്കൽ കെട്ടുകൾ, അതിന് നടുവിലൂടെ ടൈൽസ് പാകിയ വഴികളാണ് ഓരോ വ്യൂ പോയിൻറ്റിലേക്കും ഉള്ളത്. നമ്മൾ ഹാർട്ട് പോയിന്റിലേക്ക് എത്തുകയാണ്. ഇവിടെ ചെറിയ രീതിയിലുള്ള ചായക്കടകളൊക്കെ ഉണ്ട്. താഴെ മനോഹരമായ കാഴ്ചയാണ്. ചുറ്റും മലനിരകളാണ്. सगळं महागच आवडते. ही हाईट बरोबर ॲक्च्युली, ही हाईट बरोबर आहे. थांब, जास्त हाईटला ये तेव्हा हात वरती यायला समजतो. ही हाईट बरोबर आहे. ഒരു ഭാഗത്ത് മലനിരപ്പാണെങ്കിൽ മറുഭാഗത്ത് പാറക്കെട്ടുകളാണ്. അടിച്ചു വീശുന്ന കാറ്റിൻ്റെയും കാറ്റിനൊപ്പം വരുന്ന മഴത്തുള്ളികളുടെയും ശീൽക്കാരം നമുക്ക് കേൾക്കാം. മഴത്തുള്ളി നമ്മുടെ മുഖത്ത് തട്ടുന്നതിൻ്റെ ഒരു പ്രത്യേക അനുഭൂതി നമുക്ക് നുകരാം. മഴ മാറിയപ്പോൾ മൊത്തം ആംബിയൻസ് തന്നെ മത്തേരാൻ്റെത് മാറി. ഇങ്ങോട്ട് വന്ന തെളിഞ്ഞ വഴികളെല്ലാം കോട മൂടിയ കാഴ്ചയാണ് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുക. മഴയത്ത് നൃത്തം ചെയ്ത യുവാക്കളുടെ സംഘമാണിത്. മത്തേരാനിൽ വന്നു കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഗതി കൂടിയാണ് ഈ കുതിര സവാരി. എവിടെ ഏത് പോയിന്റിലേക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് കുതിരയായിട്ട് പോവാം. അതിന് കാശ് കൊടുക്കണമെന്നേ ഉള്ളൂ. അത്യാവശ്യം എക്സ്പെൻസീവാണ് സംഭവം. പക്ഷേ ഇടുപ്പ് വേദന, കാൽവേദന, മുട്ടുവേദന തുടങ്ങിയ സംഗതികളുള്ളവർക്കൊന്നും ഇത് പറഞ്ഞിട്ടുള്ളതല്ല. അല്ലാത്തവർക്ക് ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് കുതിര സവാരി. സുഹൃത്തുക്കളെ, മത്തേരാനിലെ മാർക്കറ്റിലാണ് ഇപ്പോൾ ഉള്ളത്. അത്യാവശ്യം തിരക്കേടില്ലാത്ത ഒരു മാർക്കറ്റ് ഇവിടെ ഉണ്ട്. Thank you.
പെരും മഴയത്ത് മത്തേരാൻ മാർക്കറ്റിലൂടെയുള്ള യാത്രയാണ്. അധികം ആളുകളൊന്നുമില്ല, തിരക്കൊക്കെ ഒഴിഞ്ഞു, കുതിരസവാരിയൊക്കെ നിർത്തി. സഖ്യപർവ്വത മലനിരകളുടെ അറ്റത്ത് അഗാധഗർത്തങ്ങളുള്ള 32 33 വ്യൂ പോയിൻ്റുകളുള്ള മലമ്പ്രദേശമാണ് മാഥേരാൻ എന്ന് വേണമെങ്കിൽ ഒറ്റവാചകത്തിൽ പറയാം. മഴ കൂടി കൂട്ടിനുണ്ടെങ്കിൽ ഏറ്റവും മനോഹരമായ ഒരു അനുഭവമായിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് മടങ്ങാൻ സാധിക്കും. 2 ദിവസത്തെ സന്ദർശനത്തിനൊടുവിൽ മാഥേരാനിൽ നിന്ന് ഞങ്ങൾ തിരിച്ചിറങ്ങുകയാണ്. ഒരു തവണ തീർച്ചയായിട്ടും വരാൻ പറ്റുന്ന ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ കൂടിയാണ് മാഥേരാൻ എന്ന് തീർച്ചയായിട്ടും നമുക്ക് പറയാവുന്നതാണ്. മാഥേരാനിൽ നിന്നും ഞങ്ങൾ ടാറ്റ ബൈ ബൈ.